അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടി ചിക്കൻ ബിരിയാണി. അപ്പൊ ഗൈസ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കിയിട്ട് നമ്മളെ വിശന്നിരിക്കുന്ന കുറച്ച് പേർക്ക് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. അപ്പൊ ഗൈസ് നമുക്ക് ബിരിയാണിക്കുള്ള അടുപ്പ് ശരിയാക്കാം. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത ഉള്ളി അറിയാം. അപ്പൊ ഗൈസ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ആദ്യം തന്നെ ഉപ്പിടാണ്. നെക്സ്റ്റ് നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നത്. അടുത്ത് നമ്മൾ മുളക് പൊടി ഇടാൻ പോണത്. അടുത്ത നമ്മള് കാശ്മീരി ചില്ലിയാണ് ചേർക്കാൻ പോകുന്നത്. അടുത്ത് കുറച്ച് കുരുമുളക് പൊടി ഇടാൻ പോണത്. അടുത്ത് മസാല ഇടാൻ പോണത്. അടുത്ത് നമ്മള് മല്ലിപ്പൊടിയാണ് ചേർക്കാൻ പോണത്. ഇത് നമ്മള് ചിക്കൻ മസാല ചേർക്കാണ് ഗൈസ്. അപ്പൊ അടുത്ത് മുട്ടയാണ് നമ്മൾ പൊട്ടിച്ചൊഴിക്കാൻ പോണേ. അപ്പൊ ഗൈസ് അടുത്ത് നമ്മള് വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പോണത്. അടുത്ത് നമ്മള് കരിവേപ്പിലാണ് ഇടാൻ പോണ. ആവശ്യത്തിന് കരിവേപ്പില. ഇത് മല്ലിയിലയാണ്. അടുത്ത് എണ്ണ ഒഴിക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മളടുത്ത് ഇതിനങ്ങ് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഈ മിക്സിലോട്ട് നാരങ്ങ ചേർക്കാണേ. അപ്പൊ ഗൈസ് നമ്മള് ഇറച്ചി ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ എന്റെ അസിസ്റ്റന്റ് ഇപ്പൊ പപ്പടം പൊരിക്കുന്നതായിരിക്കും. അപ്പൊ ബിരിയാണിക്ക് വേണ്ടിട്ട് ആദ്യം നമ്മൾ ഡാൽഡ ഒഴിക്കാൻ പോവുകയാണ്. പൊട്ടിയൊക്കെ തുടങ്ങി.
അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് ചിക്കൻ പൊരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണിയും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റാത്ത കുറച്ച് പേര് കാണും, നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. ഒരു പണിയെടുക്കാത്ത ആൾക്കാരുണ്ട്, ഒരു പണിയെടുക്കാത്ത ആൾക്കാർ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കൊണ്ടുപോയി അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാക്ക് ചെയ്ത് ബിരിയാണി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇനിയും ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.